ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു സ്നാക്സ് ആണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം അതിൻ്റെ മാവ് മിച്ചം വരാം. അപ്പം അങ്ങനെ മാവ് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്നാക്സ് വൈകുന്നേരത്തേക്കുള്ള ടീയുടെ കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദമാവോ ചേർക്കാം. മൈദയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും. പക്ഷെ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഈ ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തുകൊണ്ട് വരണം. അതുപോലെ തന്നെ ഈ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അത് രണ്ടും അങ്ങനെ ചെയ്തുകൊണ്ട് വരാം. ഇപ്പോൾ ചപ്പാത്തി മാവ് പോലെ ഞാൻ ആ ഗോതമ്പ് പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ആ കുഴയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാകും കാണാനായിട്ട്. ഡേറ്റ്സും അതുപോലെ തന്നെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ വേണം, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റ്സും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ ചിലപ്പോൾ നമ്മൾ ഡേറ്റ്സ് മേടിക്കുമ്പോൾ നമുക്കറിയാം അത് ഭയങ്കര ഡ്രൈ ഡേറ്റ്സ് ആയിരിക്കും. അങ്ങനെ ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് ആകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ആ തേങ്ങയും കൂടി ചേർത്ത്. അപ്പോൾ അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങയ്ക്ക് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ്സിന് മധുരം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കണം. അതല്ല നല്ലതായിട്ട് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് ഇത് ചെറിയ ബോൾസ് ആക്കി നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിലും ചെറുതായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഗോതമ്പ് പൊടിയിലോ അല്ലെങ്കിൽ മൈദമാവിലോ മുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത്രയും ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഈ പൊടി ഒന്ന് തൂത്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ 1 സ്പൂൺ എടുത്ത് ഒന്ന് പരത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു നടുഭാഗത്ത് മാത്രം കട്ടിയിലിരിക്കും. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വെച്ച് ഇതൊന്ന് മടക്കി കൊടുക്കാം. മടക്കി 2 സൈഡും ഒന്ന് കൂട്ടിമുട്ടുന്ന രീതിക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ആ സൈഡ് കാണാനും നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കാണാനും നല്ലതായിരിക്കും. അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ പരത്തി ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ടുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പരത്തിയെടുത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഈ ഒരു പാകത്തിലായി കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഡേറ്റ്സും ഒക്കെ കൂടി ചേർന്നപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.